Hello everyone, welcome back. This is Niranjana here from Leo Tales. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മാജിക് മേക്കപ്പ് എന്നറിയപ്പെടുന്ന കളർ ചേഞ്ചിങ് മേക്കപ്പ് അല്ലെങ്കിൽ PH ബേസ്ഡ് മേക്കപ്പ് ഈ ഒരു കാറ്റഗറിയിൽ പെടുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇത് വർഷങ്ങളായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു സാധനമാണ്. അപ്പം എന്താണ് ഇതിൻ്റെ പ്രത്യേകത? ഇപ്പോൾ സാധാരണ വരുന്ന മേക്കപ്പിൽ നിന്ന് നമ്മൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ മാജിക് അല്ലെങ്കിൽ കളർ ചേഞ്ചിങ് എന്ന് വിളിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ ഈ കാറ്റഗറിയിൽ പെട്ട എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സും ഞാനിന്ന് കാണിച്ചു തരാം. So let's get started, but before that കുറച്ചൊരു ഐഡിയ, ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ അബൌട്ട് PH based മേക്കപ്പ് ആൻഡ് ദ കൈൻഡ് ഓഫ് ഇൻഗ്രീഡിയൻസ്, ഇതാർക്കൊക്കെ സ്യൂട്ടബിൾ ആയിരിക്കും, ദ ഡൂസ് ആൻഡ് ഡോൺസ് വിത്ത് PH മേക്കപ്പ്, അങ്ങനത്തെ കുറച്ച് ബേസിക് കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ട് നമുക്കിതൊരു കംപ്ലീറ്റ് ഗൈഡ് വീഡിയോ പോലെ ആക്കാം. എല്ലാ പ്രോഡക്റ്റ് ലിങ്കുകളും ആസ് യൂഷ്വൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. ആൻഡ് ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, ബ്യൂട്ടി ആൻഡ് ഫാഷനിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു മലയാളം ചാനലാണിത്. സോ ഫാഷൻ ഹോൾസ്, സാരി, കുർത്ത, സൽവാർ സെറ്റ്സ്, ജീൻസ്, ബാഗ്സ്, ഫുട്വെയർ, ബ്യൂട്ടി ആണെങ്കിലും ഓൾ ദ ബിഗിനർ ബേസിക് ഗൈഡ് ലൈക്ക് ഹൗ ടു ചൂസ് ഫൗണ്ടേഷൻ, വാട്ട് സ്കിൻ അണ്ടർ ടോൺ തുടങ്ങി പ്രോഡക്റ്റ് റിവ്യൂസ്, ഗുഡ് ബ്രാൻഡ്സ്, അങ്ങനത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ചാനൽ അവൈലബിൾ ആണ്. സോ ഇഫ് യു ആർ ന്യൂ ടു മൈ ചാനൽ, പ്ലീസ് ടേക്ക് എ മൊമെന്റ് ടു ഹിറ്റ് ദ സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ചെക്ക് ഔട്ട് മൈ കണ്ടന്റ്. ഐ എം ഷുവർ യു വിൽ ബെനിഫിറ്റ് ഫ്രം ദാറ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കൊരു കെമിസ്ട്രി ക്ലാസ്സിൽ നിന്ന് ആരംഭിക്കാം. നമ്മൾ PH എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്, പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ, ദാറ്റ്സ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. ഈ PH സ്കെയിൽ എന്ന് പറയുന്നത് 0 to 14 ആണ്. അതിൽ ഒരു 7 വരെ വരുന്ന റേഞ്ച് എന്ന് പറയുന്നത് നമ്മൾ അസിഡിക് എന്ന് പറയും. അതിന് മുകളിലോട്ട് വരുന്ന നമ്മൾ ബേസിക് അല്ലെങ്കിൽ ആൽക്കലൈൻ എന്ന് പറയും. നമ്മുടെ സ്കിന്നിൻ്റെ ഒരു നാച്ചുറൽ PH റേഞ്ച് എന്ന് പറയുന്നത് ഒരു 4.5 to ഒരു 5.5 ആണ്. അതായത് ഒരു അസിഡിക് റേഞ്ചിലാണ് നമ്മുടെ സ്കിന്നിൻ്റെ PH നിൽക്കുന്നത്. അപ്പോൾ ഈ PH ബേസ്ഡ് മേക്കപ്പ് ബേസിക്കലി എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, PH ചേഞ്ച് ചെയ്യുമ്പോൾ സെൻസിറ്റീവായിട്ട് കളർ ചേഞ്ച് ചെയ്യുന്ന ചില ഡൈകളുണ്ട്, DYE ഡൈ. ആ ഡൈ ആണ് ഈ പ്രോഡക്റ്റിൽ പ്രധാനമായിട്ടും ഉള്ളത്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ PHനനുസരിച്ച് ഇത് കളർ, ഒരു പർട്ടിക്കുലർ കളർ അഡാപ്റ്റ് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഗുണം എന്താ പറയുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ സ്കിൻ അണ്ടർ ടോണിനും നമ്മുടെ സ്കിൻ ടോണിനും നമ്മുടെ സ്കിൻ PHനും ഏറ്റവും മാച്ച് ആയ ഒരു ഷെയ്ഡിലേക്കായിരിക്കും അത് പോകുന്നത്. അതുകൊണ്ടാണ് ഇതിനെ മാജിക്കൽ എന്ന് വിളിക്കുന്നത്. ഞാനിപ്പോൾ ചുണ്ടിൽ ആക്ച്വലി ഒരു PH ബേസ്ഡ് ലിപ്പ് ഓയിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാം. ഇത് എനിക്കിടുമ്പോൾ കിട്ടുന്ന കളർ എന്ന് പറയുന്നത് നല്ലൊരു പിങ്കിഷ് ഷെയ്ഡാണ്. പക്ഷേ നിങ്ങളുടെ ചുണ്ടിൻ്റെ PH അനുസരിച്ച് ഇത് മാറാം. സോ പ്രധാനമായിട്ടും PH ബേസ്ഡ് പ്രൊഡക്ട്സിൽ വരുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഈ PH സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ഡൈ ആണ്. ബ്രോമോ ആസിഡ് ആണ് അതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഡൈ. ഇപ്പോൾ ആസിഡ് എന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, സ്കിൻ സേഫ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ്. നമ്മുടെ സ്കിന്നിൽ PH ഇപ്പോൾ 4.5 to 5.5. ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇപ്പം ബ്ലഷുകളിൽ, ലിപ്പ് ഓയിൽസിൽ, ലിപ്പ് ബാംസിലൊക്കെയാണ് നമ്മളിത് കാണുന്നത്. ഇങ്ങനത്തെ പ്രോഡക്ട്സിൽ ആക്ച്വലി വാട്ടർ കണ്ടന്റ് ഒട്ടുമില്ല. സോ ഈ പ്രോഡക്റ്റ് നമ്മുടെ സ്കിന്നുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലിപ്പുമായിട്ട് ടച്ചിൽ വരുമ്പോൾ, ലിപ്പാണെങ്കിൽ സലൈവ, സ്കിന്നാണെങ്കിൽ നമ്മുടെ മോയ്സ്ചർ, ഇതുമായിട്ട് കോൺടാക്റ്റിൽ വന്ന് ഇതിൻ്റെ PH മാറും. അങ്ങനെ PH മാറുമ്പോഴാണ് നമുക്ക് ഈ കളർ കിട്ടുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ലിപ്പിൽ അപ്ലൈ ചെയ്യുന്ന പ്രോഡക്ട്സ്, അതായത് നമ്മുടെ ലിപ്പിൻ്റെ PH നമ്മുടെ സ്കിന്നിൻ്റെ PHും കുറച്ച് ഡിഫറെൻറ്റാണ്. ചില ആൾക്കാർ ഈ ലിപ്പ് ഓയിൽ എടുത്ത് കയ്യിലൊക്കെ സ്വാച്ച് ചെയ്തിട്ട് പറയും, ഓ നല്ല റെഡ് കളർ, പക്ഷേ ചുണ്ടിൽ അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ പിങ്ക് കളർ ആയിരിക്കും. സോ നമ്മുടെ ലിപ്പിൻ്റെയും സ്കിന്നിൻ്റെയും PHലും ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇതാണ് ശരിക്കും PH ബേസ്ഡ് മേക്കപ്പിൻ്റെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന 2 പ്രോഡക്ട്സ് ആണ്. ഒന്ന് ഒരു PH ബേസ്ഡ് ഒരു ബ്ലഷ് ഉണ്ട്, അതുപോലെ എൻ്റെ ഫേവറേറ്റ് PH ബേസ്ഡ് ടിൻറ്റഡ് ലിപ്പ് ഓയിൽ. ഇതുപോലെ തന്നെ PH ബേസ്ഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഉണ്ട്, PH ബേസ്ഡ് ആയിട്ടുള്ള ലിപ്പ് ഗ്ലോസ് ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ച് ആവശ്യമില്ലാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ജസ്റ്റ് 2 പിക്ക് ചെയ്തത്. പക്ഷേ ഞാൻ അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പം നിങ്ങളുടെ നീഡ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ PH ബേസ്ഡ് മേക്കപ്പിന് അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡൊന്നും പറയാനില്ല. ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനൊക്കെ ചേരുന്നത് തന്നെയാണ്. ഈ അഡാപ്റ്റബിലിറ്റി ഈസ് ഇൻ എ വേ ഗുഡ്. കാരണം നമുക്ക് ഏറ്റവും സ്കിന്നിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കളറിലേക്കാണ് അഡാപ്റ്റ് ചെയ്യുക. ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ആകെ പറയാവുന്നൊരു കാര്യം, ഒരുപാട് കളർ റേഞ്ച് ഒന്നും കാണില്ല. ഇപ്പോൾ ലിപ്സ്റ്റിക് ആണെങ്കിൽ മിക്കവാറും ഒരു പിങ്ക്, ഒരു റെഡ് ആ ഫാമിലിയിൽ നിൽക്കും. നമുക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള മെറൂൺ അല്ലെങ്കിൽ ബ്രൗൺ അങ്ങനത്തെ ഒന്നും അങ്ങനത്തെ ഒന്നും കളേഴ്സ് നമുക്ക് യൂഷ്വലി PH ബേസ്ഡ് മേക്കപ്പിൽ വരില്ല. ദെൻ അഗെയിൻ ഒരു നാച്ചുറൽ ലുക്ക് കിട്ടാനാണ് നമ്മൾ മോസ്റ്റ്ലി PH ബേസ്ഡ് മേക്കപ്പ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ജനറൽ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദിസ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്ന ഫസ്റ്റ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഗഷ് ബ്യൂട്ടി എന്നുള്ള ബ്രാൻഡാണ്. ഇത് ഇന്ത്യൻ ബ്രാൻഡാണ്. ഇവരുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിനകത്ത് you have peach fruit extract, jojoba oil and rosehip. കൊളാജൻ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്ന, ലിപ്പ് പിഗ്മെന്റേഷന് ഫൈറ്റ് ചെയ്യുന്ന, ലിപ്പിനെ നല്ല സോഫ്റ്റ് ആക്കുന്ന, അതുപോലെ തന്നെ സ്ക്വാലീനും ഉണ്ട്. ലിപ്പിന് നല്ലൊരു പ്ലംപിംഗ് ആൻഡ് ഹൈഡ്രേഷൻ തരുന്ന ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ളത് എന്നാണ് പറയുന്നത്. ഇത് ഒരുപാട് ബ്രാൻഡുകൾക്ക് ആക്ച്വലി ലിപ്പ് ഓയിൽസ് അവൈലബിൾ ആണ്. ഗഷ് ഒരു റീസെന്റ് ലോഞ്ച് ആണ്. ഗഷ് ബ്യൂട്ടി ഇസ് എ ഫേമസ് ബ്രാൻഡ്. അവിടെ റീസെന്റ് ലോഞ്ച് ആണ്. എല്ലാം ഗുഡ് റിവ്യൂസ് കണ്ടിട്ടാണ് ഞാനത് ട്രൈ ചെയ്തത്. ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ് ഓൺ മൈ ലിപ്സ് ആൻഡ് എന്റെ ചുണ്ടിന് പിഗ്മെന്റേഷൻ ഉണ്ട്.
പിഗ്മെന്റഡ് ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ലിപ്സിൽ ഒരു കംഫർട്ടബിൾ ഫോമുലയാണിത്. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 6-7 hours ഈസിലി നിൽക്കും. നിങ്ങൾ വൈപ്പ് ചെയ്താലും ചെറിയൊരു ടിന്റും കാണും, വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ. സോ 4 ഷെയ്ഡ്സിൽ അവൈലബിൾ ആണ്. അതിൽ എനിക്ക് കണ്ടപ്പോൾ പേർപ്പിൾ ഷെയ്ഡിനോട് ഇഷ്ടം കൊണ്ട് ഞാനിത് പിക്ക് ചെയ്തു എന്നേ ഉള്ളൂ. 499 rupees റൈറ്റ് നൗ. ദിസ് അവൈലബിൾ ഓൺ ആമസോൺ ആൻഡ് ദാറ്റ്സ് എ സ്റ്റീൽ ഡീൽ. സച്ച് എ ക്യൂട്ട് പാക്കേജിംഗ്, സോ കംഫർട്ടബിൾ ഓൺ ദ ലിപ്സ്. ഒട്ടും സ്റ്റിക്കി അല്ല. ഡ്രൈ ലിപ്സിനും പിഗ്മെന്റഡ് ലിപ്സിനും ഒരുപോലെ കംഫർട്ടബിൾ ആണ്. ജസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അപ്ലൈ ചെയ്തിട്ട് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക. കാരണം നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നിറം കാണാം. ഇത് അപ്ലൈ ചെയ്യുമ്പോൾ പെട്ടെന്ന് നിറം ഇല്ലല്ലോ എന്ന് വെച്ചാൽ 1-2 ലെയർ അപ്ലൈ ചെയ്യേണ്ട. ആദ്യം ഒരു ലെയർ അപ്ലൈ ചെയ്യുക, വെയിറ്റ് ചെയ്യുക, ഒരു മിനിറ്റ് നോക്കുക. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഓക്കെ, എന്റെ പിഗ്മെന്റേഷന് വേണ്ടിയിട്ട് എനിക്ക് ഒരു ലെയറും കൂടെ ആഡ് ചെയ്യാൻ തോന്നി. ഞാൻ അങ്ങനെ ഒരു ലെയർ കൂടെ അപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് കുറച്ചും കൂടി ഒരു ബ്യൂട്ടിഫുൾ പിങ്ക് കളർ കിട്ടി. അപ്പൊ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിപ്പിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു കളറിലേക്ക് ഇത് കൊണ്ടുപോകും. അപ്പം എനിക്ക് ഡ്രൈ ലിപ്സ് ആയതുകൊണ്ട് ഐ ലൈക്ക് കുറച്ചൊരു തിളക്കമുള്ള, കുറച്ചൊരു സോഫ്റ്റ് ഒരു ഫിനിഷ് എനിക്ക് ഇഷ്ടമാണ്. സോ ഐ എം ടോട്ടലി എൻജോയിങ് ദിസ് പ്രോഡക്റ്റ് ആൻഡ് ഐ വിൽ highly recommend you checking this out. ഭയങ്കര ക്യൂട്ട് പാക്കേജിംഗ്, വെരി ഗുഡ് ബഞ്ച് ഓഫ് ഇൻഗ്രീഡിയൻസ് ആൻഡ് paraben free ആണ്, vegan ആണ്, cruelty free ആണ്. That's important for you. Now the next product that I have here is the Rini എന്നുള്ള ബ്രാൻഡ്. എല്ലാവർക്കും അറിയായിരിക്കും, Rini is quite famous right now. അവർക്ക് ഒരുപാട് pH based products ഉണ്ട്. ലിപ്സ്റ്റിക്സ് ഉണ്ട്, lip gloss ഉണ്ട്, and they have a blush also which is pH based. ഇത് ഭയങ്കര ക്യൂട്ട് ഒരു പാക്കേജിംഗ് ആണ്. ഇറ്റ്സ് എ ക്രൂവൽറ്റി ഫ്രീ പ്രോഡക്റ്റ് ആൻഡ് pH based പ്രോഡക്ട്സ് മിക്കവാറും ബ്ലാക്ക് കളറിലാണ് ഇരിക്കുക. ഓക്കെ, ഇതെന്താണ് എനിക്ക് തുറക്കാൻ പറ്റാത്തത്? ഗിവ് മി എ മിനിറ്റ്. തുറന്നു. കറുത്ത നിറത്തിലാണ് ഇരിക്കുക. അപ്പൊ ഇത് അപ്ലൈ ചെയ്തപ്പോൾ എനിക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു, എങ്ങനെ ഇരിക്കും അപ്ലൈ ചെയ്യാന്ന്. അപ്ലൈ ചെയ്തതിന്റെ വിരലിന്റെ അറ്റത്താണ് എനിക്ക് ഏറ്റവും കൂടുതൽ അതിന്റെ കളർ കിട്ടിയത്. എനിക്കത് എന്റെ വിരലിന്റെ ടിപ്പാണ് ഏറ്റവും pH സെൻസിറ്റീവ് ആയിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു. വെരി ജെന്റിൽ സട്ടിൽ ആയിട്ടുള്ള ഒരു കളറാണ് ഇത് തന്നത്. ഒരു ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന പോലെ, അതായത് ഒരു പാർട്ടി വെയർ ലുക്ക്, ബ്ലഷ് അപ്ലൈ ചെയ്യുന്ന ഒരു ലുക്ക് അല്ല കിട്ടിയത്. വെരി ജെന്റിൽ, സംതിങ് ദാറ്റ് യു ക്യാൻ വെയർ ഓൺ എ ഡെയിലി വേ ബേസിസ്, സംതിങ് ദാറ്റ് വിൽ കോംപ്ലിമെന്റ് യുവർ സ്കിൻ ടോൺ. അങ്ങനത്തെ ഒരു കളറാണ് കിട്ടിയത്. നമുക്ക് ബിൽഡപ്പ് ചെയ്യാൻ പറ്റും. ബട്ട് വാട്ട് ഐ ഫെൽറ്റ് വാസ് ദാറ്റ് ദിസ് ഇസ് ഗുഡ് ഫോർ യുവർ ഡെയിലി, ഇപ്പം കോളേജ് ഓർ ഓഫീസ് ലുക്ക്, വെയർ ബ്ലഷ് അപ്ലൈ ചെയ്തു എന്ന് തോന്നരുത്. അറ്റ് ദ സെയിം ടൈം നല്ലൊരു ഹെൽത്തി ഒരു ഗ്ലോ, ഒരു ചീക്സിന് ഒരു ഗ്ലോ കിട്ടുന്ന, ഇഫ് ദാറ്റ് ഇസ് വാട്ട് യു ലൈക്ക്, ദെൻ യു ക്യാൻ ഡെഫിനറ്റ്ലി ട്രൈ ദ pH based lip blush. pH based blush. So that is all about the pH based makeup. ഇത്ര ആലോചിക്കേണ്ട കാര്യങ്ങളും നിങ്ങളുടെ സ്കിൻ ടോണിന് ഏറ്റവും അനുയോജ്യമായ കളറിലേക്ക് കൊണ്ട് മാറ്റാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ്. നല്ല ഹൈഡ്രേറ്റിംഗ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉള്ള ഒരു പ്രോഡക്റ്റ് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ലൈക്ക് ദ ലിപ്പ് ഓയിൽ, you will probably enjoy it a lot more. It's a fun product to use and it's totally value for money also. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റ് വീഡിയോസും ചെക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് സജഷൻസോ വീഡിയോ സജഷൻസോ ആണെങ്കിൽ കമന്റ് സെക്ഷനിൽ പറയാം. I would love to know. So that's it. We will meet again. Until then, take care. Bye bye.